ആരാ മനസ്സിലായില്ല? മനസ്സിലായില്ല? ഇല്ല. ഞാൻ പ്രശസ്ത മർമാണി അടിയോടി ഗുരുക്കൾ. അടിയോടിയോ? അടിയോടി ഗുരുക്കൾ. അപ്പൊ ഈ തിരുമും തടവൊക്കെയാണ് മെയിൻ. കളരിയുണ്ട്. കളരിയുണ്ടോ? ആ തിരുമും തടവും അതിനുപരി എനിക്ക് കളരിയാണ് മെയിൻ. കളരി ഭയങ്കര അഭ്യാസമല്ലേ? അതെ. നമ്മള് കളരി അപ്പം മക്കളെയൊക്കെ ഈ കളരി പഠിപ്പിച്ചിട്ടുണ്ടോ? മക്കളെയൊക്കെ കളരി പഠിപ്പിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അതൊരു കഥയാണ്. എന്റെ ഭാര്യ ആദ്യം ഗർഭിണിയായപ്പോൾ, ആദ്യത്തെ ഗർഭിണിയായി നിൽക്കുന്ന അവസരത്തില് ഞാൻ എന്റെ മകനെ ഈ കളരിയെല്ലാം പഠിപ്പിക്കണമെന്ന് ഞാൻ നിരൂപിച്ചിരുന്നു, അങ്ങനെ നനച്ചിരുന്നു, അങ്ങനെ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ എനിക്ക് ജനിച്ച ആദ്യത്തെ പെൺകുട്ടിയായി പോയി. എന്താ ചെയ്യും? അങ്ങനെ രണ്ടാമതും ഭാര്യ ഗർഭിണിയായി. അപ്പോഴും ഞാൻ ആഗ്രഹിച്ചു, എന്താ ആഗ്രഹിച്ചു? ഇവരെ ഞാൻ കളരി പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. നിർഭാഗ്യവശാൽ അതും പെൺകുട്ടിയായി പോയി. എന്ത് ചെയ്യാമല്ലേ? അല്ലേ പെൺകുട്ടി? അല്ല, ഈ പെൺകുട്ടി ഉണ്ടാവണം നിർഭാഗ്യമാണെന്ന് ഇയാളങ്ങ് തീരുമാനിച്ച? അങ്ങനെയല്ല. അതെന്തൊരു ഡയലോഗ് അത്? അയ്യോ, അങ്ങനെ ഞാൻ കുറച്ച് പെൺകുട്ടികളെ കുറച്ച് കണ്ടതല്ല. അതായത് ഈ കളരി പഠിപ്പിക്കുന്നത്, പെൺകുട്ടികളെ കളരി പഠിപ്പിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ടാണ് ഞാൻ നിർഭാഗ്യവശാൽ എന്ന വാക്ക് ഉപയോഗിച്ചത്. പുള്ളിയുടെ ആഗ്രഹമായിരുന്നു. അതെ, നടക്കാതെ പോയതുകൊണ്ടുള്ള പറഞ്ഞല്ല. അതാണ് ഞാൻ നിർഭാഗ്യവശാൽ എന്ന വാക്ക് ഉപയോഗിച്ചത്. എന്നിട്ട് ഏത് മകനെയാണ് കളരി പഠിപ്പിച്ചത്? എന്തായാലും നിർഭാഗ്യവശാൽ ഇപ്പോൾ പുരം നിറയെ നിർഭാഗ്യവശാലാണ്. അപ്പൊ എത്ര മക്കളുണ്ട് മൊത്തത്തില്? എത്ര പെൺകുട്ടികളുണ്ട്? 10 പേര്. 10 പെൺകുട്ടികൾ. പുരം നിറഞ്ഞ് 10 നിർഭാഗ്യവശാൽ. അപ്പൊ എനിക്കൊരു സംശയം, എന്താണ് അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോന്ന് എനിക്കറിയില്ല. ഈ നിർഭാഗ്യവശാലിന്റെ വീട് എവിടാണ്? എന്റെ വീട് തൊടുപുഴ. അത് ആങ്കറാണ്, കളരി പഠിക്കാൻ ആഗ്രഹമില്ല. അല്ലല്ലോ, ഞാൻ പെൺകുട്ടികളെ പഠിപ്പിക്കില്ല. 10 നിർഭാഗ്യവശാൽ വീട്ടിലുണ്ട്. അതെ അതെ. അപ്പൊ ഞാൻ ചോദിച്ചത് പറ്റുന്നില്ല, ചോദിക്കാൻ പാടുണ്ടോന്ന് എനിക്കറിയില്ല. പാടുണ്ടാണെങ്കിൽ പിന്നെ എന്തിനു ചോദിക്കണം? ഒന്ന് ചോദിച്ചോട്ടെ. ചോദിച്ചോളൂ. ആശാൻ കളരിയാണല്ലോ. അതെ. അപ്പൊ ആശാൻ ഈ കളരി നാട്ടുകാരുടെ അടുത്താണോ കാണിച്ചത്, ഭാര്യ എടുത്താണോ കളരി കാണിച്ചത്? നിർഭാഗ്യവശാൽ ഈ ചോദ്യം പലരും എന്നോട് ചോദിക്കുന്നുണ്ട്. അത് അങ്ങനെ ഇരിക്കട്ടെ, അത് അസൂയക്കാർ പറയുന്നതാണ്. ഒരു കളരി ആശാനെയൊക്കെ കാണുമ്പോൾ നമ്മൾ ചോദിക്കണം ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങൾ എന്തൊക്കെയാ ഭക്ഷണം, ഡയറ്റ് എന്താ കഴിക്കുന്നത്? ഞാൻ എന്നും രാവിലെ ഞങ്ങളുടെ വീട്ടില് 50 ഇഡ്ഡലി ഉണ്ടാക്കും. 50 ഇഡ്ഡലി ഉണ്ടാക്കും. അതിൽ നിന്ന് ഒരെണ്ണം എടുക്കും. ഒരെണ്ണേ കഴിക്കുള്ളൂ. ആ ഒരെണ്ണം എടുത്ത് അച്ഛന്റെ ഫോട്ടോയുടെ കീഴിൽ കൊണ്ടുവയ്ക്കും. എന്നിട്ട് ഈ 49 ഞാൻ കഴിക്കും. 49 അച്ഛന്റെ മുന്നിൽ ഇഡ്ഡലി കൊണ്ടുവെക്കുന്നത്? അച്ഛൻ ഭയങ്കര ഇഡ്ഡലി കൊതിച്ചനായിരുന്നു. അങ്ങനെ ഒരു സഞ്ജയന്റെ വീട്ടിൽ ചെന്ന് ഇഡ്ഡലിയും സാമ്പാറും കഴിക്കുന്ന കൂട്ടത്തിൽ ഒരു ഇഡ്ഡലി തൊണ്ടയിൽ കുരുങ്ങി അവിടെ വെച്ച് തീർന്നു. അപ്പൊ എപ്പോഴും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒരെണ്ണം അച്ഛന്റെ ഫോട്ടോ എടുക്കൽ കൊണ്ടുപോയി ഫോട്ടോയിൽ നിറങ്ങി വന്നു തിന്നും. അത്രയ്ക്ക് കൊതിയാണ്. ഭാര്യക്ക് കളരി അറിയാം ആശാന്റെ? ഇല്ലല്ല, അവള് ഗുസ്തിയാണ്. ഗുസ്തി എന്ത് ഗുസ്തിയാണ്? 8ാം ക്ലാസ്സും ഗുസ്തി. ആശാന്റെ വീട് എവിടെയാണ്? അപ്പം എന്റെ വീട് പുൻരു. പുൻരു അറിയാം? പുൻരു അടൂക്കിനപ്പുറം. എവിടെ? അടൂ എവിടാ? മനസ്സിലായി. അടൂരിനപ്പുറം പുനലൂർ. അതാ പുൻരു എന്ന് പറയുന്നത്. ഞങ്ങള് പുൻരു എന്നാ പറയുന്നത്. പുൻരു എന്ന് പറഞ്ഞ അങ്ങനെ ശീലിച്ചു പോയി. പുൻരു. അവിടെയാണോ ഈ ആശ്രമമൊക്കെ ഉള്ളത്? ആശ്രമമല്ലല്ലോ, പഞ്ചതന്ത്ര കഥകൾ. എന്റെ പഞ്ചകർമ്മ ആശ്രമം. അവിടെയാണ് ആശ്രമം. അവിടെയാണ് പുനലൂര്. അവിടെ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് പോയി ഇടത്തോട്ട് കയറി ചെല്ലുന്ന അവിടെയാണ്. അവിടെ മറ്റേ സ്റ്റീം പാത്രം ഉണ്ടല്ലേ? സ്റ്റീൽ പാത്രം അല്ല, അലൂമിനിയം പാത്രം ഉണ്ട്. എന്താ ഈ പഴയ പാത്രമൊക്കെ എടുക്കുന്ന പരിപാടി തുടങ്ങിയോ സുധി? ഞാനതല്ല, സ്റ്റീം ബാത്ത്. ചേട്ടാ, ഈ ആവിക്കുളിയോ? ഞാൻ ഒരു ദിവസം ഞാൻ അതുവഴി പോയപ്പോ അവിടെ നിന്ന് ഇങ്ങനെ പുക ഉയർന്ന കണ്ടു. എനിക്ക് അപ്പോഴേ തോന്നി അത് ആശ്രമമാണ്. എത്ര മണിക്കാ പോയത്? ഒരു വെളുപ്പിന് ഒരു 5 മണി 5:30 മണിയായിട്ടുണ്ടാവും. അത് കക്കൂസായിരുന്നു. അവിടെ ആവിക്കുളിയുടെ പരിപാടി ഒന്നുമില്ല. പിന്നെ അതെന്തായിരുന്നത്? ആരാണ്ട് രാവിലെ ബീഡി വലിച്ചോണ്ടിരുന്ന ധാരയുണ്ട്. അവിടെ ധാരയുണ്ട്. എന്താന്ന്? ധാരയുണ്ട്. എന്ത് ധാര? ഈ ശിരോധാരയൊക്കെ ചെയ്യുന്ന ചട്ടി മുറിക്കാത്ത ചട്ടി വെച്ചിട്ട്. ഇതൊക്കെ ആരോടോ നിങ്ങളോട് പറഞ്ഞു? അവിടെ അങ്ങനെ ഒരു സാമാനം ഇല്ല. ഞാൻ കണ്ടതാണല്ലോ. എന്താ കണ്ടെന്ന്? മറ്റേ ഊറി തൂക്കിയിട്ടിരിക്കണേ കയറില് ചട്ടി വെച്ചേക്കുന്ന
പൂച്ചയെ പേടിച്ച് മീൻ കറി വെച്ച് കെട്ടി തൂക്കിയിട്ടേക്ക്. നിങ്ങളൊക്കെ എവിടെ നിന്ന് ഇറങ്ങി വന്നേക്കുന്നു? പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് ഉണ്ട്. ഉണ്ട്. അതൊക്കെ ഞാൻ ഇത്രയും പറഞ്ഞ ഉള്ള ആള് എഴുതും. ഞാൻ പുസ്തകം എഴുതിയിട്ടുണ്ട്. നാളെ അതിന്റെ പ്രകാശനമാണ്. ആണോ? അപ്പൊ നിങ്ങളെ കൂടെ ക്ഷണിക്കാൻ കൂടിയാണ് ഞാൻ വന്നേക്കുന്നത്. എന്താണ് ആ ചരിത്ര പുസ്തകത്തിന്റെ പേരെന്ന് പറയാം? എന്തോ ആ പുസ്തകത്തിന്റെ പേരെന്ന് പറയാം. പുസ്തകത്തിന്റെ പേരോ? എന്റെ മർമ്മങ്ങൾ പൂവണിഞ്ഞു. എന്റെ മർമ്മങ്ങൾ പൂവണി. എന്റെ മർമ്മങ്ങൾ പൂവണിഞ്ഞു. നല്ല നല്ല പേര്. അപ്പൊ നാളെ അതിന്റെ 10:30-ക്കാണ് എന്റെ പ്രകാശനം. സൗകര്യമുണ്ടെങ്കിൽ ഒന്ന് എത്തുക. ഓക്കെ ആ, ആയിക്കോട്ടെ. സൗകര്യപ്പെടുത്താം. ആ. ഇവിടെ വന്ന എന്താന്ന് മനസ്സിലായി? ഇവിടെ വന്ന് എന്തെന്ന് വെച്ചാൽ ഞാന് എന്നെ കുഴമ്പ് ഒന്ന് പരിചയപ്പെടുത്താൻ വന്നതാ. നിങ്ങൾ ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തി പിന്നെ എണ്ണയും കുഴമ്പും പരിചയപ്പെടുത്താൻ നിങ്ങൾ ഒരു പരിപാടിയുടെ അവതാരകനാണോ? അല്ലല്ല. പരിചയപ്പെടുത്താനായിട്ട് ഈ എണ്ണയും ഈ കുഴമ്പും പരിചയപ്പെടുത്താനായിട്ട് വന്നതാണ്. എന്നാ പരിചയപ്പെടുത്ത. എന്താ? അതായത് ഏത് വേദനയ്ക്കും ശ്ശേ. ഏത് വേദന എന്ന് പറഞ്ഞാൽ അതിവേദന എന്ത് വേദനയും ആയിക്കോട്ടെ, ഈ കുഴമ്പ് ഒരല്പം പഞ്ഞി പൂക്കി ആ വേദനയുള്ള ഭാഗത്ത് നന്നായി തേച്ച് പിടിപ്പിച്ചാൽ ചൂടോ കിഴിയോ ആവിയോ ഒന്നും കൊടുക്കണ്ട, വേദന പമ്പ കിടക്കും. പമ്പയും കിടക്കും. അത് പരീക്ഷിക്കാൻ വേണ്ടി വന്ന. അല്ല, ഞങ്ങൾക്ക് ഇവിടെ വേദനയൊന്നുമില്ല, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ആര് പറഞ്ഞു? നെൽസൺ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതിനേക്കാൾ ഒരുപാട് ക്ഷീണിച്ചല്ലോ. ഇല്ലില്ല, എനിക്ക് പ്രശ്നമില്ല. ഞാൻ കുറച്ച് എണ്ണ തരാം, അത് കഴിക്ക്. വിരയുടെ അസുഖമുണ്ട്. ഇല്ലില്ല. വിരയുടെ ശല്യമുണ്ട്. ഇല്ല, എനിക്കില്ല. ഇല്ല, നന്നായിട്ട് എനിക്കില്ല, പ്രശ്നമൊന്നുമില്ല. വിരയുടെ ശല്യമുണ്ട്. എനിക്കൊരു പ്രശ്നമില്ല. എനിക്കിപ്പോ ഇതുവരെ ഒരു അസുഖമില്ല. ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ആരോഗ്യത്തിന് കുഴപ്പമുണ്ടെന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. എന്റെ കൂടെ ഒന്ന് പഞ്ച് പിടിക്കട്ടെ. അതെന്തോ അങ്ങനെ? അങ്ങനെ വേണം. അത് നമ്മൾ രണ്ട് വ്യത്യാസമുണ്ട്, ഒരുപാട് രാപകൽ വ്യത്യാസം. നമ്മൾ പിടിച്ചു അത് കുഴപ്പമില്ല. ഇയാൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ പുള്ളി വളരെയൊക്കെ നിനക്ക് ആവശ്യമില്ലാതെ പിടിച്ചിട്ട് ഇല്ല, പേടിക്കണ്ട. ആരംഭം കുളിച്ചു കഴിഞ്ഞാൽ ആരോഗ്യം ഉണ്ടോന്ന് അറിഞ്ഞാൽ പോരെ. ആരോഗ്യമുണ്ട്. നിനക്ക് അല്ലെങ്കിൽ ആരോഗ്യമില്ലെങ്കിൽ അതിനുള്ള മരുന്ന് നമ്മുടെ അഭിമാനാണ്. ഞാൻ ഉണ്ടല്ലോ കൂടെ. ധൈര്യമായിട്ടിരിക്കെ. ഒന്ന് പഞ്ച് പിടിച്ചു നോക്കാം. ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് അതിന് ചികിത്സ തരാമല്ലോ. ഓക്കെ, കൈ കുറേ കുഴപ്പമില്ല. റെഡി? റെഡി? 1 2 3. എനിക്കൂടെ ഒരു ലഡു എനിക്കൂടെ. അത് പറ്റത്തില്ല. ഞാൻ ലഡുവിന്റെ കാര്യം തനിക്കാണ് മനുഷ്യ ആരോഗ്യമില്ലാത്തത്. ആരോഗ്യമില്ലാത്തതിന്റെ അല്ലത്. അല്ല, ഇവിടെ ലഡു എന്ന് പറഞ്ഞപ്പോ എനിക്ക് ചിന്ത ഒന്ന് പാളിപ്പോയി. കൈകാര്യം മനസ്സിന് ആരോഗ്യമില്ല. ഇതൊക്കെ നോക്കി വായ വിളിച്ച് പോകണ്ട. അതാണ് പ്രശ്നം. മനസ്സിലായോ? ഒരു തവണയും പിടിക്കുന്നില്ല. എല്ലാരും കണ്ടുപിടിക്കുന്നത് ഞാൻ പിടിച്ചത്, നിങ്ങൾ തോപ്പിച്ചത്. അപ്പൊ എനിക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടെന്നാ പറഞ്ഞത്. ആദ്യം ഞാൻ തെളിയിച്ചിട്ട് ഞാൻ പോത്തുള്ളൂ. ഒരു കാര്യം ചെയ്യ്, ഒന്നിടിച്ചേ. ചുമ്മാ ഇടിക്കുന്നു. വേണ്ടെന്ന്. വേണ്ടെന്ന്. അത് അല്ല, ഞാൻ ഇടിച്ചിട്ട് പിന്നെ തിരിച്ച് എന്നെ ഇടിക്കാനാണോ? ഇല്ല, ഇടിക്കത്തില്ല. അതെനിക്ക് ഉറപ്പില്ല. നിങ്ങൾ ധൈര്യം. ഞാൻ ഇടിക്കത്തില്ല. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ ഇടിക്കേ. എവിടെ ഇടിക്കണ്ടേ? വയറ്റത്തിടിക്കാൻ. ഇല്ല, ഞാൻ ഇടിക്കത്തില്ല. എടാ, പുള്ളിയുടെ ഇടിക്കാൻ തെളിയിക്കാൻ വേണ്ടി ഇടിക്കാൻ പറഞ്ഞപ്പോ ഒന്നുമില്ല. നിങ്ങൾ ഇടിക്കത്തില്ല. ഇടിക്കേ. കാര്യമാണ്. എന്റെ പൊക്കളിടിച്ച് തകർത്തു. ഇടിക്കാൻ ഞാൻ അവനോടല്ലേ ഇടിക്കാൻ പറഞ്ഞത്. അല്ല, താൻ ഇടിക്കാൻ പറഞ്ഞത്. അതിപ്പോ നെൽസൺ ആണെങ്കിലും ഞാനാണെങ്കിലും ഇടിച്ചാ ഒരു പോലല്ലേ? ഇല്ല, ഞാൻ ഒഴിഞ്ഞു മാറിയത്. അവൻ ഇടിക്കാൻ വന്നത്. എന്റെ മക്കള് തകർത്തേ. അയ്യോ, വല്ല കാര്യമുള്ള കാര്യത്തിനാണ് ഇതൊക്കെ. ഇനിയിപ്പോ കുഴപ്പമില്ല, മരുന്നൊക്കെ കയ്യിലുണ്ടല്ലോ. നല്ല എണ്ണയും കുഴപ്പവും ഒക്കെ. വേദനയുള്ള ഭാഗത്തൊന്ന് പരട്ടി കഴിഞ്ഞാൽ അത് മാറും. ആവി പിടിക്കണ്ട, കിഴി പിടിക്കണ്ട. ചുമ്മാതെ പറഞ്ഞ അതൊക്കെ ജീവിക്കാൻ വേണ്ടി ചുമ്മാതെ പറഞ്ഞ. വയറ്റിപ്പിടിപ്പിന് വേണ്ടി വന്ന് ഇറങ്ങി എന്നെ നീ വയറ്റി പഴുപ്പാക്കിയല്ലോളാം.